നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റിൽ റെക്കോർഡുകൾ ജനിക്കുന്നത് തിരുത്തപ്പെടാനാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ രാത്രി ചെപ്പോക്കിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം അത്തരത്തിലൊന്നായിരുന്നു. ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ ഒരു പുതിയ സൂപ്പർ താരം ഉദിച്ചുയർന്നിരിക്കുന്നു, ഉർവിൽ പട്ടേൽ. ഉർവിലിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കണ്ട് സാക്ഷാൽ സഞ്ജു സാംസൺ പോലും അമ്പരന്നു പോയിരിക്കുകയാണ്. മത്സരത്തിന് ശേഷം സഞ്ജു സാംസൺ ഉർവിൽ പട്ടേലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഉർവിൽ ഒരു അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ പവർ ഹിറ്റിംഗിൽ പ്രത്യേകമായൊരു കഴിവുണ്ട്. ഇത്തരമൊരു ബാറ്റിംഗ് പ്രകടനം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പന്ത് ക്ലീനായി ഹിറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ആ കഴിവ് ഏതൊരു ടീമിനും വലിയ മുതൽക്കൂട്ടാണ്, സഞ്ജു തുറന്നു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മികച്ച പവർ ഹിറ്റർമാരിൽ ഒരാളായി വളർന്നു വരുന്ന സഞ്ജുവിൽ നിന്ന് ഇത്തരമൊരു പ്രശംസ ലഭിക്കുക എന്നത് ഒരു യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമാണ്. സഞ്ജുവും ഋതുരാജും നൽകിയ ആ അടിത്തറയ്ക്ക് മുകളിൽ നിന്നാണ് ഉർവിൽ തന്റെ വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. ലക്നൌ ഉയർത്തിയ 204 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന ചെന്നൈക്ക് തുടക്കം മുതൽ ആക്രമിച്ചു കളിക്കേണ്ടിയിരുന്നു. സഞ്ജു സാംസണും ഋതുരാജും ചേർന്ന് നൽകിയ തുടക്കത്തിന് ശേഷം മൂന്നാമനായി ക്രീസിലെത്തിയത് ഉർവിൽ പട്ടേലായിരുന്നു. പിന്നീട് ചെപ്പോക്ക് കണ്ടത് റൺമഴയല്ല, മറിച്ച് ഒരു ചുഴലിക്കാറ്റായിരുന്നു. വെറും 13 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി തികച്ച ഉർവിൽ IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ 50 എന്ന റെക്കോർഡിനൊപ്പമെത്തി. ആകെ റൺസ് 65, നേടിയ പന്തുകൾ 23, സിക്സറുകൾ 8, ഫോറുകൾ 2. ആവേശ് ഖാനെതിരെ തുടർച്ചയായി 3 സിക്സറുകൾ പായിച്ചുകൊണ്ടാണ് ഉർവിൽ തന്റെ വരവറിയിച്ചത്. പിന്നീട് ദിഗ്വേഷ് സിംഗ് റാത്തിയെയും മൈതാനത്തിന്റെ 4 പാടും പാർത്തി. ആദ്യ 8 പന്തുകൾക്കുള്ളിൽ തന്നെ 6 സിക്സറുകൾ അടിച്ചുകൂട്ടിയ ആദ്യ താരമെന്ന റെക്കോർഡും ഉർവിൽ സ്വന്തമാക്കി. ഉർവിൽ പട്ടേലിന്റെ ഈ ഇന്നിംഗ്സിന് പിന്നിൽ വൈകാരികമായ ഒരു കഥ കൂടിയുണ്ട്. തന്റെ കരിയറിലെ ഈ വലിയ നേട്ടം അദ്ദേഹം സമർപ്പിച്ചത് സ്വന്തം പിതാവ് മുകേഷ് പട്ടേലിനാണ്. മത്സരത്തിന് ശേഷം "ദിസ് ഇസ് ഫോർ യു പപ്പ" എന്നെഴുതിയ ഒരു കുറിപ്പുമായി ഉർവിൽ നിൽക്കുന്ന ചിത്രം ആരാധകരുടെ കണ്ണു നിറച്ചു. മുൻപ് ഗുജറാത്ത് ടൈറ്റൻസിലായിരുന്നപ്പോൾ അവസരങ്ങൾ ലഭിക്കാതെ ബെഞ്ചിലിരിക്കേണ്ടി വന്ന സങ്കടകരമായ കാലത്തെ ഉർവിൽ ഇപ്പോൾ മറികടന്നിരിക്കുന്നു. ചെന്നൈയുടെ മാനേജ്മെന്റ് കാണിച്ച ആ വലിയ വിശ്വാസത്തിന് ഉർവിൽ നൽകിയ ഏറ്റവും വലിയ മറുപടിയായിരുന്നു ഈ 65 റൺസ്. രവീന്ദ്ര ജഡേജയെ വിട്ടു നൽകി സഞ്ജു സാംസണെ ടീമിലെത്തിച്ചപ്പോൾ CSK മാനേജ്മെന്റിന് കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വെറും 30 ലക്ഷത്തിന് ടീമിലെടുത്ത ഉർവിൽ പട്ടേൽ ഇത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. സഞ്ജുവിന്റെ അനുഭവ സമ്പത്തും ഉർവിലിന്റെ യുവത്വവും ചേരുമ്പോൾ ചെന്നൈയുടെ ബാറ്റിംഗ് നിര ഈ IPLലെ ഏറ്റവും അപകടകാരികളായി മാറുകയാണ്. ലക്നൌവിനെതിരായ ഈ വിജയം ചെന്നൈയെ പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്ത് ഉയർത്തിയിരിക്കുകയാണ്. പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് കുതിക്കുന്ന ചെന്നൈക്ക് ഉർവിൽ പട്ടേലിന്റെ ഈ ഫോം വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഉർവിൽ പട്ടേൽ വരും മത്സരങ്ങളിലും ഈ ഫോം തുടരുമോ? ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തിന് ഉടൻ വിളി വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും സഞ്ജു സാംസൺ വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.